ശബരിമല തീർത്ഥാടനം ആരംഭിച്ചു. അതിഭീകരമായ മനുഷ്യാവകാശ ലംഘനമാണ് ശബരിമലയിൽ. അയ്യപ്പ ഭക്തന്മാരോട് ശബരിമല തീർത്ഥാടകരോട് കടുത്ത ക്രൂരതയും അവഗണനയുമാണ് ഈ ഗവൺമെന്റ്. ഇന്നലെ മിനിഞ്ഞാന്നുമെല്ലാം ശബരിമലയിൽ നിന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഇപ്പോ മാധ്യമങ്ങളെ അധികം അവിടെ അടുപ്പിക്കേണ്ട എന്നൊരു തീരുമാനമാണെന്ന് തോന്നുന്നു സർക്കാർ എടുക്കണം. മാധ്യമങ്ങൾക്ക് റേഷൻ കോട്ട, മാധ്യമങ്ങൾ എല്ലാ സമയത്തും ഇവിടെ വരണ്ടെന്നാണ് പറയുന്നത്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അയ്യപ്പ ഭക്തന്മാർ കുടിവെള്ളമില്ല. 6-7 മണിക്കൂർ ഇപ്പോൾ തന്നെ ക്യൂവിലാണ് അയ്യപ്പ ഭക്തന്മാർ. ഒരിടത്തും കുടിക്കാൻ ശുദ്ധജലമില്ല. കൊച്ചുകുട്ടികളും പ്രായമായവരുമെല്ലാം കുടിവെള്ളം കിട്ടാതെ വാവിട്ട് നിലവിളിക്കുന്ന ദൃശ്യങ്ങളാണ് ശബരിമലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പമ്പയിലും സന്നിധാനത്തും ഒരുക്കങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല. പമ്പയിൽ വിരിവെക്കാൻ സൗകര്യമില്ല, തർപ്പണത്തിനുള്ള സൗകര്യമില്ല. പമ്പാതടം ആകെ മലിനമായി കിടക്കുന്നു. തീർത്ഥാടന വഴിയിലൊന്നും വെളിച്ചമില്ല, ശൗചാലയങ്ങൾ പ്രവർത്തിക്കുന്നില്ല, എല്ലാം പൂട്ടിക്കിടക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. സന്നിധാനത്ത് ഭക്തജനങ്ങൾക്ക് വിശദമായി വിരിവെക്കാനുള്ള സൗകര്യമില്ല, താമസിക്കാനുള്ള സൗകര്യമില്ല. തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ അമ്മയെ പരാജയപ്പെട്ടിരിക്കുന്നു. ടോയ്ലറ്റുകൾ പൂട്ടിക്കിടക്കുകയാണ്. ശുദ്ധമായ കുടിവെള്ളം കിട്ടുന്നില്ല. തീർത്ഥാടകർ മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന് വലയുകയാണ്. ഒരിറ്റ് ദാഹജലം പോലും കിട്ടുന്നില്ല. തിരക്ക് നിയന്ത്രിക്കാനുള്ള പോലീസ് സംവിധാനം ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. വളരെ പ്രഗത്ഭനായ ഒരു റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥൻ അവിടെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാക്കി ജനങ്ങളെ കണ്ണിൽ മുടിയിടാമെന്ന് മാത്രമാണ് സർക്കാർ തീരുമാനിച്ചത്. ഒരു വശത്ത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രധാനപ്പെട്ട പല ആളുകളെ സംബന്ധിച്ചു അന്വേഷണത്തിലേക്ക് പോകാൻ തയ്യാറാവുന്നില്ല. വാസുവിന്റെ അറസ്റ്റോടെ എല്ലാം സ്തംഭിച്ചിരിക്കുകയാണ്. പത്മകുമാർ ആറന്മുളയിൽ ഇപ്പോഴും വിലസ് നടക്കുകയാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പത്മകുമാറിനെ കണ്ടു കിട്ടാത്തത് കൊണ്ടാണോ അല്ല പേടിച്ചിട്ടാണോ അറസ്റ്റ് ചെയ്യാത്തത്? പത്മകുമാറിനെതിരെ എല്ലാ തെളിവുകളും ഉദ്യോഗസ്ഥന്മാര് പിടിയിലായ പോറ്റി കള്ളമൂരി എല്ലാം വന്നിരിക്കുക. എല്ലാ തെളിവുകളും ഉണ്ടായിട്ട് പത്മകുമാറിനെ തൊടാൻ ധൈര്യപ്പെടുന്നില്ല. പത്മകുമാറിലേക്ക് പോയാൽ അത് കടകംപള്ളിയിലേക്കും വാസവനിലേക്കും എത്തും. CPM-ന്റെ ഉന്നത നേതാക്കളിലേക്ക് എത്തും. പലരുടെയും അറിവോടുകൂടിയാണ് ഈ സ്വർണ്ണക്കൊള്ളയെല്ലാം നടന്നതിൽ എന്നതിലേക്ക് പോകും. അപ്പൊ ആ കേസ് അട്ടിമറിക്കാൻ ഒരു വശത്ത് ശ്രമം നടക്കും.